മനുഷ്യന്മാരുടെ വലിയൊരു പ്രത്യേകതയാണ് മറ്റുള്ള ആളുകളെ നോക്കിക്കഴിഞ്ഞാൽ ഉടനെ അവരുടെ ഒരു കുറ്റം കണ്ടുപിടിക്കാൻ നമുക്ക് പറ്റും എന്നുള്ളതാണ്. അവരുടെ പോരായ്മകൾ, അവരുടെ വസ്ത്രം, അവരുടെ സംസാര രീതികൾ, അവരുടെ പെരുമാറ്റത്തിലുള്ളത്, അവരുടെ എല്ലാ കാര്യങ്ങളിലും ഒരു കുറ്റം നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും എന്നുള്ളതാണ്. സത്യത്തിൽ നമ്മുടെ കുറ്റമോ അത് മറ്റുള്ളവരാണ് കണ്ടുപിടിക്കുന്നതാണ്. മനുഷ്യന് ഇങ്ങനെ ഒരു ബ്ലൈൻഡ് സ്പോട്ട് ഉണ്ടെന്നാണ്, മനുഷ്യൻ്റെ ബ്രെയിനിൻ്റെ ബ്ലൈൻഡ് സ്പോട്ട്. നമുക്ക് വാഹനത്തിൻ്റെയൊക്കെ ബ്ലൈൻഡ് സ്പോട്ട് നമ്മൾ പറയാറില്ലേ? നമ്മൾ ഓടിച്ച് പോകുമ്പോൾ ശരിക്കും ഈ മിററും മിഡൽ മിററൊക്കെ നമ്മൾ നോക്കുമെങ്കിലും ഇതിൽ പെടാത്ത ഒരു പൊസിഷൻ ഉണ്ടാകും, നമുക്ക് കാണാൻ പറ്റാത്തൊരു സ്പോട്ട് ഉണ്ടാകും. അതിന് പറയുന്നതാണ് ബ്ലൈൻഡ് സ്പോട്ട് എന്നുള്ളത്. ഇതേപോലെ മനുഷ്യൻ്റെ ബ്രെയിനിന് ഒരു ബ്ലൈൻഡ് സ്പോട്ടുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ 4 പേർ ഒരുമിച്ച് സംസാരിക്കുമ്പോൾ അതിൽ നിന്ന് ഒരാളങ്ങ് പോയി കഴിഞ്ഞാൽ അയാളുടെ കുറ്റം നമ്മളിങ്ങനെ പറയും എന്നുള്ളതാണ്. ഞാൻ മാറിയാൽ എൻ്റെ കുറ്റവും ബാക്കിയുള്ളവർ പറയുന്നുണ്ടാകും. അതുകൂടാതെ ഞാൻ ആരെക്കുറിച്ചാണോ കുറ്റമായിട്ട് പറയുന്നത്, അയാളുടെ കുറവായിട്ട് പറയുന്നത്, സത്യത്തിൽ അതേ കുറവുകൾ എനിക്കുണ്ടാകും. എൻ്റെ അടുത്തുണ്ട് എന്നുള്ളത് വേറെ ആരെങ്കിലാണ് പറയുന്നത് എന്നുള്ളതാണ്. എൻ്റെ കുറ്റവും കുറവും എനിക്ക് കാണാൻ പറ്റാത്തതിന് പറയുന്ന പേരാണ് ബ്രെയിനിൻ്റെ ബ്ലൈൻഡ് സ്പോട്ട് എന്നുള്ളത്. ശരിക്കും ബ്ലൈൻഡ് സ്പോട്ടിൻ്റെ ആധിക്യം കൂടിയാൽ, അളവ് കൂടിയാൽ സത്യത്തിൽ അത് ജീവിതത്തിൽ പരാജയത്തിലേക്ക് കൊണ്ടുപോകുന്ന പറയാം. അതുകൊണ്ട് എന്ത് ചെയ്യണം? നമ്മുടെ ബ്ലൈൻഡ് സ്പോട്ട് തിരിച്ചറിയണം. അതിനെന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് മറ്റൊരാളുടെ ഒരു കുറ്റമോ കുറവോ നമ്മൾ അന്വേഷിക്കുന്നതിന് തൊട്ട് മുമ്പ് ഇത്തരം ഒരു പ്രശ്നം എനിക്കുണ്ടോ എന്ന് ഓരോന്നും നമ്മൾ സെൽഫായിട്ടൊന്ന് ചോദിക്കുക എന്നുള്ളതാണ്. അങ്ങനെ ബ്ലൈൻഡ് സ്പോട്ടിൽ നിന്ന് രക്ഷപ്പെട്ട് കഴിഞ്ഞാൽ സത്യത്തിൽ നമ്മൾ മറ്റുള്ളവരെ കുറ്റം പറയുന്നത് ഒഴിവാക്കുകയും ചെയ്യും, നമ്മൾ കുറച്ചുകൂടെ പെർഫെക്റ്റ് ആകുകയും ചെയ്യും എന്നുള്ളതാണ്. വിജയത്തിലേക്കുള്ള പാത എന്ന് പറയുന്നത് ബ്ലൈൻഡ് സ്പോട്ട് തിരിച്ചറിയുക, സെൽഫ് അവെയർനെസ് ഉണ്ടാവുക എന്നുള്ളതാണ്. ബി പ്രാക്ടിക്കൽ ഇൻ യുവർ ലൈഫ്.